ഹായ്, എല്ലാവർക്കും ലിലു എനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഉച്ചക്ക് ചോറ്റക്ക് കൂട്ടാനായി ഇടിച്ചക്ക മുതിരയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് ഇടിച്ചക്ക പറിക്കാൻ പോണ വീഡിയോ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് സ്റ്റാൻഡ്. ഈ പൂക്കൾ ഇപ്പോഴും കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത അറിയുന്നത് ഈ പൂക്കൾ കുറേ കാലം നിൽക്കൂലേ, അതുകൊണ്ട് കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മളെ പൂന്തോട്ടത്തിൽ കുറേ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ നിൽക്കും ചെയ്യും. ഇതൊരു വൈറ്റ് ഓർക്കിഡ് കേട്ടോ. ഈ ലാവണ്ടർ ഓർക്കിഡൊക്കെ കുറേ ആയി വിരിഞ്ഞിട്ട് ഇപ്പോഴും ഇത് കൊഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഈ ഓർക്കിഡിൻ്റെ നിറം കുറച്ച് പോയി തുടങ്ങിയിരിക്കണം കേട്ടോ. ഇതിൻ്റെ കളറ് കുറച്ചൊക്കെ ഒന്ന് പോയി തുടങ്ങിയിരിക്കണം. ഇത് കൊഴിയാറായിക്കണം തോന്നണം. നമുക്ക് ഇടിച്ചക്ക പറിക്കാൻ പോവാം കേട്ടോ. ഇത് ഞാൻ നട്ടുവെച്ചൊരു ചാമ്പന്മാരാണ്. അതുമേൽ ഇതുവരെയായിട്ടും ചാമ്പക്ക ഉണ്ടായിട്ടൊന്നുമില്ല, വെയിറ്റിങ്ങിലാണ്. കഴിഞ്ഞ വർഷം ഒരു പൂവൊക്കെ ഉണ്ടായാണ്ട് അങ്ങനെ അത് കൊഴിഞ്ഞു പോയി, കാ പിടിച്ചിട്ടൊന്നുമില്ല. ഇത് റംബുട്ടാൻ്റെ മരമാണ്. ഇതുമേലും ഫ്രൂട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞ് കാ ഉണ്ടായിന്, ഒറ്റ, പിന്നെ അതങ്ങനെ മഴയൊക്കെ ആയപ്പോൾ അതങ്ങനെ കൊഴിഞ്ഞു പോയി. ഇത് പിന്നെ നമ്മൾ കട കൊണ്ടുവന്ന ഉറുമാമ്പാഴയില്ലേ, ഉറുമാമ്പാഴത്തിൻ്റെ സീഡ് മണ്ണിൽ പാകിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയ തൈയാണ്. ഇതേമാതിരി ഉറുമാമ്പാഴം ഉണ്ടാവും എന്നറിയില്ല, ഏതായാലും അങ്ങനെ നട്ടുവെച്ചതാണ്. അതുപോലെ ഞാൻ നമ്മൾ ഓറഞ്ചിൻ്റെ സീഡ് എടുത്താണ്ടും നട്ടുവെച്ചൊരു തൈ ഉണ്ട്. അത് അവിടെ കുറച്ച് അങ്ങോട്ടായിട്ടുണ്ട്, പിന്നെ കാട്ടിത്തരണ്ട് കേട്ടോ. അതും കുറച്ചൊക്കെ ഒന്ന് വലുതായിക്കണ്. പക്ഷേ അതിമേലും ഓറഞ്ച് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഏതായാലും നട്ടുവെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വലിയതായിട്ടുണ്ട് ആ മരം. നമ്മളെ ചക്ക കാണിച്ചാൽ കേട്ടോ. അത് ചെറിയൊരു ചക്ക മരമാണേ. 4 വർഷമൊക്കെ ആയപ്പോൾ ഇതിന്മേൽ കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചക്ക പിടിച്ചിങ്ങനെ തുടങ്ങിയിരിക്കണേ. വർഷമായിട്ട് ആദ്യമായിട്ട് ഇത്ര ചക്ക ഉണ്ടാകണത്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ മരമാണ്, പക്ഷെ ഞങ്ങളപ്പുറത്ത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് അത് ചാഞ്ഞിട്ടുണ്ട്. അത് പിടിച്ചിങ്ങോട്ട് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിങ്ങനെ നട്ട് പിടിപ്പിച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാണാൻ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ചക്ക ഉണ്ടാകണത്. മാഷാ അല്ലാ. ഏതായാലും നമുക്കിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇടിച്ചക്ക മുറിച്ചാട്ടോ. നമ്മളെ കൈയിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചക്ക ഉണ്ടാകുമ്പോൾ പറിക്കാൻ തന്നെ ഒരു സുഖമല്ലേ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഇത് കുറച്ച് ഇടിച്ചക്ക കുറച്ചൊന്ന് വിട്ടിക്കണേ, എന്നാലും നമുക്ക് ഇടിച്ചക്കയും മുതിരയായിട്ട് ഇങ്ങനെ വെക്കാം. ഞങ്ങൾക്കൊക്കെ ഇടിച്ചക്കയും മുതിരയും പറയണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തൊരു വലിയൊരു നെല്ലിമരം ഉണ്ടായിന്. ആ നെല്ലിമരത്തിനെ പേടിച്ചിട്ട് ഈ ചക്ക ഇങ്ങോട്ട് പോയത് കേട്ടോ. ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കണത്. അങ്ങനെ ഏതായാലും നമ്മൾ ചക്ക പറിച്ചു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.